നല്ല ഒരു ജോലി ലഭിക്കാൻ, ജോലിയില്ലാതെ ജോലി അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് അവരുടെ ശരീരത്തിനും പ്രകൃതിക്കും അനുയോജ്യമായ ജോലി ലഭിക്കാനും, എത്രയോ വിസിറ്റിംഗ് വിസ എടുത്തു പോയിട്ടും ജോലി ശരിയാവാതെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല റാഹത്തുള്ള ജോലി ലഭിക്കാനും ഈ പറയുന്ന രൂപത്തിലുള്ള അമല് ചെയ്താൽ മതിയാകുന്നതാണ്. തീർച്ചയായും റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മുമ്പിൽ ഖൈറിൻ്റെ വഴികൾ അവന് തുറന്നു കൊടുക്കുമെന്ന് ഉറപ്പുള്ള അത്ഭുതകരമായ അമലിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. എത്രയോ ആളുകൾ ചെയ്യുന്ന ജോലിയിൽ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അവർക്കും ആ ജോലിയേക്കാളും ഖൈറ് മറ്റൊരു ജോലിയാണെങ്കിൽ അതു ലഭിക്കാനും കാരണമാകുന്ന അതിവിശിഷ്ടമായൊരു അമലാണ് ഇത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലൊരു ഖൈറിൻ്റെ വാതായനം തുറന്നു തരും എന്നുള്ളതാണ്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെ നമ്മൾ നിൽക്കണം. നമ്മുടെ ജീവിതോപാധിക്ക് ആവശ്യമായിട്ടുള്ള, മഈശത്തിന് ആവശ്യമായിട്ടുള്ള ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട്, നല്ല ജോലി ഉണ്ടെങ്കിൽ ആ ജോലിയിൽ സ്ഥിരത കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ റബ്ബിനോട് നന്ദി കാണിക്കുന്നവർ കൂടെയാകണം നാം എപ്പോഴും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയോ വർഷങ്ങളായി ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ തട്ടിമുട്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ട് നടക്കുന്നവരൊക്കെ ഉണ്ട്. അത്തരം ആളുകൾക്കൊക്കെ ഈ ഒരു അമൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. നല്ല ഉത്തമമായ നമുക്ക് യോജിച്ച ജോലി ഏതാണോ അത് ലഭിക്കാൻ കാരണമാകുന്ന അമലാണ്. അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും നമ്മൾ പറയാറുണ്ട്. കഴിഞ്ഞ വർഷം കുറേ ആളുകൾ നമുക്ക് അഡ്മിഷനൊക്കെ നൽകി. ഈ വർഷവും ഇൻഷാ അള്ളാഹ് നമ്മളതിൻ്റെ അഡ്മിഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നല്ല രൂപത്തിൽ നമ്മുടെ മക്കളെ ദീനീ ചിട്ടയിൽ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നമ്മുടെ ദർസിൽ മക്കളെ ചേർത്താവുന്നതാണ്. ഒരു 7ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് മുതലൊക്കെയുള്ള കുട്ടികളെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അവരെങ്ങനെ കൃത്യമായിട്ട് നല്ല രൂപത്തിൽ ചിട്ടയിൽ അവർക്ക് കൊടുക്കേണ്ട ഭൗതികവും മതപരവുമായ വിദ്യാഭ്യാസം നൽകി അവരുടെ കഴിവിനനുസരിച്ച് അവരെ ഉയർത്തി നമ്മൾ നല്ല രൂപത്തിൽ അവരെ കൊണ്ടുവരും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. നേരെ മറിച്ച് നമ്മളൊരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ചേർത്താമെന്ന് വിചാരിക്കുമ്പോഴേക്കും അവരുടെ ചിന്തയും മനസ്സൊക്കെ മാറിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് കിട്ടൂല. ഇപ്പോൾ ഉള്ളൊരു കാലം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയും കൂടി ചെയ്യാമല്ലോ. അതുകൊണ്ട് ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലൊരു ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമമായ ജോലി ലഭിക്കാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അൽ വക്കീൽ എന്ന് പറയുന്ന ഇസ്മ, അത് യാ എന്ന നിദാഇൻ്റെ അക്ഷരം ചേർത്തിയിട്ട് ഭരമേൽപ്പിക്കുന്നവൻ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഈ പുണ്യനാമം അധികരിപ്പിക്കുന്നത് ഏറെ ഫലപ്രദമാണെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതോപാധിക്ക് ആവശ്യമായിട്ടുള്ള ഏതൊരാളുടെയും ലക്ഷ്യമാണ് നല്ലൊരു ജോലി ലഭിക്കുക എന്നുള്ളത്, അല്ലേ? നമ്മുടെ മഈശത്ത്, നമ്മുടെ ജീവിതം നടന്നു പോകാൻ നമുക്ക് അത്യാവശ്യം ഒരു ആർഭാടൊന്നും ആരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അത്യാവശ്യം നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ സാധ്യമാകുന്ന രൂപത്തിലുള്ള സമ്പത്ത് നമുക്ക് വേണം. അതിന് നല്ല ജോലി വേണം. മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് കൈ നീട്ടാൻ പറ്റില്ലല്ലോ. യാചനയെ നിരുത്സാഹപ്പെടുത്തിയ പരിശുദ്ധമായ ഇസ്ലാം ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിന് സർവ്വ പിന്തുണയും നൽകുന്നുണ്ട്. നന്നായിട്ട് അധ്വാനിക്കണം. നമ്മുടെ പൂർവ്വസൂരികളായ അമ്പിയാക്കൾ, ഔലിയാക്കൾ അവരൊക്കെ നന്നായിട്ട് അധ്വാനശീലമുള്ളവരായിരുന്നു. നന്നായിട്ട് അധ്വാനിക്കുമായിരുന്നു. ആലിമീങ്ങളാണെങ്കിലും അവരവരുടെ മഈശത്തിന്, അവരുടെ ആവശ്യങ്ങൾക്കുള്ളത് അധ്വാനിച്ച് തന്നെ അവർ നേടിയിരുന്നു. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് അനുയോജ്യമായ നല്ല റാഹത്തുള്ള ജോലി ലഭിക്കാൻ ഈ ഇസ്മ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ മതി. യാ വക്കീലു യാ അല്ലാഹ്, യാ വക്കീലു യാ അല്ലാഹ്, യാ വക്കീലു യാ അല്ലാഹ്. ഇത് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് അനുയോജ്യമായ ജോലി ലഭിക്കാൻ ഈ ഇസ്മ ധാരാളം ചൊല്ലിയാൽ മതി. ലഭ്യമാകുന്നത് വരെ, നല്ലൊരു ജോലി ലഭിക്കുന്നത് വരെ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു വഴി
അവൻ്റെ മുമ്പിൽ തുറന്നു കൊടുക്കും. അവനും അവൻ്റെ പ്രകൃതിക്കും അവൻ്റെ ചുറ്റുപാടിനൊക്കെ അനുയോജ്യമായ ലായിഖായ ഒരു ജോലിയായിരിക്കും അവന് ലഭിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷയങ്ങളിലും പരിശ്രമിച്ചാൽ നൽകുന്നുള്ളതാണ്. മൻജദ്ദ വജദ, പരിശ്രമിച്ചാൽ നമുക്ക് ലഭിക്കും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻകബൂത്തിൻ്റെ 69-ാമത്തെ ആയത്തിൽ തന്നെ പറയുന്നത്, വഇൻ ജാഹദു ഫീനാ ലനഹ്ദിയന്നകും സുബുലന. ആരാണോ നന്നായി പരിശ്രമിക്കുന്നത്, അവർ നന്നായി പരിശ്രമിക്കുകയാണെങ്കിൽ, നമ്മുടെ കാര്യത്തിൽ നന്നായി പരിശ്രമിക്കുകയാണെങ്കിൽ, ലനഹ്ദിയന്നകും സുബുലന, നമ്മൾ നമ്മുടെ വഴികളിലേക്ക് തീർച്ചയായിട്ടും അവരെ നയിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ പരിശ്രമിച്ചാൽ ലഭിക്കും. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർ, അനുയോജ്യമായ ജോലി ആഗ്രഹിക്കുന്നവർ, ഉള്ള ജോലിയിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ, ഇങ്ങനെ തുടങ്ങി തൊഴിലുമായി ബന്ധപ്പെട്ട് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഏതു പ്രതിസന്ധികൾക്കും നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാവുന്നതാണ്. അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കും. അങ്ങനെ നല്ലൊരു ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഉള്ള ജോലിയിൽ പ്രശ്നങ്ങളുള്ളവർ, സാലറി കിട്ടാത്ത ആളുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് ഈ ഒരു അമല് ചെയ്യാവുന്നതാണ്. ഏത് പ്രതിസന്ധികളിൽ നിന്നും പരിഹാരം ലഭിക്കാൻ അത് കാരണമാകും. അങ്ങനെ പല പ്രതിസന്ധികളിൽ നിന്നും രക്ഷ ലഭിക്കാൻ ചില ഇസ്മുകളും ചില ആയത്തുകളും ചില ദുആകളും കാരണമാകും എന്നുള്ളത് എത്രയോ അനുഭവങ്ങളാണ്. എത്രയോ ആളുകൾ നമ്മുടെയൊക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞിരുന്ന 12,000 ബിസ്മിയുടെ അമലൊക്കെ ചെയ്ത്, അതേപോലെ സൂറത്തുൽ ഫത്ഹിൻ്റെ അമല് ചെയ്തിട്ടൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നല്ല നിയ്യത്തോടുകൂടെ അത് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല റാഹത്ത് കിട്ടും. മാത്രമല്ല, മഹാന്മാരൊക്കെ പറയുന്നുണ്ട്, ഹാജത്തിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ച് അലം നശ്റഹ് സൂറത്തിന് അതിലെ അക്ഷരങ്ങളുടെ എണ്ണമനുസരിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ ആ ഉദ്ദേശം സഫലീകരിക്കപ്പെടും, അത് പൂർത്തീകരിക്കപ്പെടും. അങ്ങനെ തുടങ്ങിയിട്ട് മഹാന്മാർ പറഞ്ഞ അമലുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി റബ്ബ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി അള്ളാഹുവിനെ തവക്കുൽ ചെയ്ത് ജീവിച്ചാൽ, വമൻ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, അള്ളാഹുവിനെ തവക്കുലാക്കിയാൽ പിന്നെ റബ്ബ് മതിയല്ലോ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നല്ല റാഹത്തിൽ നിൽക്കാം. ഈ ദുനിയാവിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ കാണുമ്പോഴേക്ക് നമ്മൾ തളർന്നു പോവുകയോ വിഷമിക്കുകയോ പ്രയാസപ്പെടുകയൊന്നും വേണ്ട. ഇതൊരു ചുരുങ്ങിയ കാലമാണ്, വളരെ കുറഞ്ഞ സമയം ജീവിക്കാനുള്ളൊരവസരമാണ് ഇവിടെ ഉള്ളത്. ശാശ്വതമായിട്ട് നമുക്ക് ജീവിക്കേണ്ടത് സ്വർഗീയ ലോകത്താണ്. ആ സ്വർഗീയ ലോകത്ത് ജീവിക്കാൻ, പാരത്രിക ലോകത്ത് നല്ല റാഹത്ത് കിട്ടാൻ ഇവിടെ നിന്ന് ഇത്തിരി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചേ മതിയാകും. പിന്നെ റബ്ബ് നമുക്ക് താങ്ങാവുന്നതിനപ്പുറം പരീക്ഷണങ്ങളൊന്നും തരൂല. അപ്പോൾ എന്തെങ്കിലും ഒരു പരീക്ഷണം നമുക്ക് താങ്ങാവുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും ക്ഷമിക്കണം. കാരണം അത് താങ്ങാവുന്നതായതുകൊണ്ടാണ് അത് നൽകിയതെന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ നല്ല ക്ഷമയോടുകൂടെ നിൽക്കുക, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കുക. 5 വഖത്ത് ഫർള്, നമ്മൾ എത്ര അമല് ചെയ്താലും ഇതൊക്കെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്പിരിച്വാലിറ്റി വേണം. 5 വഖത്ത് ഫർള് നിസ്കാരം കൃത്യമായി നിലനിർത്തണം. മറ്റുള്ളവരെ ഗീബത്ത് പറയരുത്, മറ്റുള്ളവരുടെ നമീമത്ത് പറയരുത്. എത്ര തിരക്കുണ്ടെങ്കിലും നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കാൻ പാടില്ല. അത് കറക്റ്റ് ടൈമിന് തന്നെ നിസ്കരിക്കണം. ഒരു വഖത്ത് നിസ്കരിക്കാൻ ഏകദേശം നമുക്കൊരു 4-5 മിനിറ്റ് സമയം ആവശ്യം വരുള്ളൂ. ആ സമയം എത്ര തിരക്കുകൾക്കിടയിൽ, നമ്മുടെ വീട്ടിലെ സ്വന്തം മോളുടെ വിവാഹമാണെങ്കിലും എത്ര തിരക്കുകൾക്കിടയിലാണെങ്കിലും അതൊന്നും മാറി നിന്ന് നിസ്കരിക്കുക. ഞാനൊരു അനുഭവം പറയാം, നമുക്കൊക്കെ ഉള്ളൊരു അനുഭവം. നമ്മൾ എത്ര തിരക്കുകൾക്കിടയിലും കൃത്യമായി നിസ്കാരം 5 വഖത്ത് ഫർള് നിസ്കാരം നിർവഹിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാകുന്നുള്ളത് എനിക്ക് പേഴ്സണലി അനുഭവമുണ്ട്. ഇപ്പോൾ പലരും അനുഭവങ്ങൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഉസ്താദ്, ഞാൻ നേരം വൈകുന്ന സമയത്ത് അത്തഹയ്യാത്ത് ഓതുമ്പോൾ അത്തഹയ്യാത്തിൻ്റെ ചുരുങ്ങിയ രൂപം ഉണ്ടല്ലോ, ആ ചുരുങ്ങിയ രൂപം, പിന്നെ ചുരുങ്ങിയ രൂപത്തിലുള്ള സ്വലാത്തു അല്ലി, അതെല്ലാം നിർബന്ധമായതൊക്കെ ചെയ്തിട്ട് വേഗം സലാം വെട്ടിയിട്ട് ആ കാര്യത്തിന് പോകുന്നു. അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് കിട്ടലില്ല. നേരെ മറിച്ച് നേരം വൈകിക്കോട്ടെ, അത് പ്രശ്നമില്ല, ഇത് പൂർണ്ണമായ രൂപത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നിസ്കരിക്കാം എന്ന് കരുതി നിസ്കരിച്ച് പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ കിട്ടിയ അനുഭവം പല ആളുകളും പറഞ്ഞത് കേട്ടിട്ടുണ്ട്. നമുക്കും തന്നെ നല്ല അനുഭവമുണ്ട്. നമ്മൾ ചിലപ്പോൾ സുന്നത്ത് നിസ്കാരത്തിലൊക്കെ
എന്തെങ്കിലും അർജൻറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ വേഗം സുന്നത്ത് നിസ്കരിച്ചിട്ട് പോകാം. അപ്പോൾ വജ്ജത്തൊക്കെ ചിലപ്പോൾ കട്ടാക്കുകയോ ചെറിയ വജ്ജത്ത് ഓതുകയോ ഒക്കെ ദുആഉൽ ഇഫ്തിതാഹ് ഓതൊക്കെ ചെയ്ത് പെട്ടെന്ന് സൂറത്തൊന്നും ഓതാതെ, സൂറത്തൊക്കെല്ലാം നിസ്കാരത്തിലും സുന്നത്തിലാണല്ലോ, അതൊക്കെ ഓതാതെ ഇങ്ങനെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ റാഹത്ത് കിട്ടുന്നതായിട്ട് തോന്നലില്ല. നേരെ മറിച്ച് നമ്മൾ അതൊക്കെ പൂർണ്ണമായ രൂപത്തിൽ, അതിനധികം സമയമൊന്നും ഉണ്ടാവില്ല, അരമണിക്കൂറൊന്നും ഇല്ലല്ലോ, 2 മിനിറ്റ് 1 മിനിറ്റൊക്കെ നമുക്ക് നഷ്ടം വരുള്ളൂ. ആ രൂപത്തിൽ ചെയ്ത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റാഹത്തുണ്ടായ എത്രയോ അനുഭവങ്ങളുണ്ട്. അപ്പോൾ നല്ല രൂപത്തിൽ നിസ്കാരം തന്നെ നിലനിർത്തിയാൽ അത് ടൈം ടു ടൈം തന്നെ അവ്വൽ വഖത്തിൽ തന്നെ നിസ്കരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അങ്ങനെയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ വലിയ സന്തോഷമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.